ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കൈപ്പക്ക കറിയുമായിട്ടാണ്. അതിനായി ഞാനിവിടെ 1.5 കഷ്ണം കൈപ്പക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു കഷ്ണം പുളി പിഴിഞ്ഞിട്ട് ഒഴിക്കണം. പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പച്ചമാങ്ങ ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി. ഇനി വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കൈപ്പക്ക അതിലേക്ക് മുങ്ങുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. ഇനി നമുക്കിതൊന്ന് പറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അടുപ്പത്താണ് വെക്കുന്നത്. അപ്പോൾ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് തീ കത്തിച്ച് കൊടുക്കാം. ഈ സമയം നമുക്ക് ഇതിൻ്റെ അരവ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു അരവ് നമ്മുടെ കൈപ്പക്കയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കൈപ്പക്ക ഇവിടെ നല്ലപോലെ വെള്ളം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരവ് ചേർത്ത് നന്നായിട്ടത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചും കൂടി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അരവിൻ്റെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കറി തിളച്ച് മറിയാതെ നോക്കണം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. ഞാനിവിടെ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഉള്ളിയാണ്. പകുതി ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായി മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കയ്പില്ലാത്ത കൈപ്പക്ക കറി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.